ഞാൻ പറഞ്ഞു ഇത് എവിടെ എത്തി? ഇത് എന്റെ ശത്രുരാജ്യമല്ലേ? ഓ, ഞാൻ കാട്ടിൽ നിന്ന് പറഞ്ഞു ഇങ്ങനെ നാട്ടി വന്നല്ലോ. ഇത് മനുഷ്യരുള്ള സ്ഥലമാണ്. മനുഷ്യരെ ഒന്നിനെയും വെച്ചേക്കരുത് കണ്ടു കഴിഞ്ഞാൽ. കാരണം എന്റെ കാട്ടി വന്നിട്ട് എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്ന മനുഷ്യന്മാര്. ഇന്നത്തെ തന്നെ കണ്ടില്ലേ കാട്ടി വന്നിട്ട് അവന്മാർ കാണിച്ച പരിപാടി. മരങ്ങൾ മൊത്തം വെട്ടിയൊക്കെ മുറിച്ച് ആ റാസ്ബെറി മൊത്തം പോയി. മനുഷ്യന്മാരുള്ള നാട്ടിൽ വന്നുകൊണ്ട് ഞാൻ എന്റെ യഥാർത്ഥ രൂപം തന്നെ എടുക്കാം. അല്ലാതെ ആ പാവം കിളിയുടെ രൂപം എടുത്തിട്ട് ഒരു കാര്യമില്ല. ഏതെങ്കിലുമൊക്കെ മനുഷ്യന്മാർ ഇവിടെ ഉണ്ടോ നീ നോക്കട്ടെ. ഒറ്റ ഓണത്തിന് വെറുതെ വെച്ച കണ്ട. എന്റെ കാട് നശിപ്പിച്ചവന്മാരല്ലേ ഇവിടെ ഉള്ളവന്മാര്. എന്നാ പിന്നെ ഞാൻ കാണിച്ചു തന്നെ കൊടുക്കാം. എന്റെ റാസ്ബെറി തോട്ടം മൊത്തം അവന്മാര് നശിപ്പിച്ച്. ഇത് ശാന്തേ എടി എന്നോട് നേരത്തെ പഠിച്ച 2 ഫ്രണ്ട്സ് അതൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്നെ കാണാൻ വേണ്ടിട്ട്. ഞാനതാ ഓടി ഇങ്ങോട്ട് വന്നത്. അവർക്ക് വരുമ്പോ എന്തെങ്കിലും തയ്യാറാക്കി കൊടുക്കണ്ടേ? എന്താ കൊടുക്കണം ചേട്ടാ സ്പെഷ്യലായിട്ട്? ബിരിയാണി വെച്ചാലോ? പിന്നെ ബിരിയാണി. അയ്യോ, ബിരിയാണി ഒന്നും ആവശ്യമില്ല. അവര് ലൈറ്റ് ആയിട്ട് തന്നെ കഴിക്കത്തുള്ളൂ. കഴിക്കാനായിട്ടൊന്നും വേണ്ട. നമുക്ക് എന്തെങ്കിലും ജ്യൂസ് ഐറ്റംസ് തന്നെ കൊടുക്കും. എന്താ അറിയോ, എന്റെ ആണെങ്കിൽ എന്റെ ഇതിന്റെ കൂട്ടത്തിലുള്ള ഒരു ഫ്രണ്ടിനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഈ റാസ്ബെറി. പുള്ളിക്കാരനെങ്കിൽ റാസ്ബെറിയുടെ ജ്യൂസ് നമുക്ക് ഉണ്ടാക്കി കൊടുത്താലോ? ഭയങ്കര കൊതിയല്ലേ ഞാൻ റാസ്ബെറിക്ക്. പുള്ളിക്കാരന് റാസ്ബെറി എന്ന് വെച്ചാൽ ജീവന്. നമുക്കൊരു കാര്യം ചെയ്യാം, റാസ്ബെറി കൊണ്ടാകില്ലേ ജ്യൂസ് അങ്ങ് ഉണ്ടാക്കി കൊടുക്കാം. റാസ്ബെറി കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കി കൊടുത്താലോ? ഞാൻ പിന്നെ പറയും കേട്ടോ. എന്ത് റാസ്ബെറി അച്ഛന്റെ മനസ്സിലായിട്ട് തോന്നി ഇവിടെ റാസ്ബെറി അടിച്ചു വെച്ചേക്കുന്നു. അയ്യോ, റാസ്ബെറി ഇവിടെ ഇല്ലല്ലയോ? മക്കളെ കളിക്കാൻ വന്നാണോ? എന്നാ പിന്നെ നിങ്ങൾ പോയി കളിക്ക്. എന്റെ ഇവിടെ വലിയ അന്താരാഷ്ട്ര ചർച്ച നടക്കുമെന്നോന്നല്ലോ. ഒന്നുമില്ല കിങ്ങിണി. ഞങ്ങളാണെങ്കിലേ റാസ്ബെറിയുടെ കാര്യം പറയായിരുന്നു. റാസ്ബെറി ജ്യൂസ് ആണെങ്കിലേ ചേട്ടന്റെ ഫ്രണ്ട്സിന് വേണമെന്ന് ചേട്ടൻ പറഞ്ഞു. അപ്പൊ അത് റാസ്ബെറി എവിടെ കിട്ടുമെന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യുമായിരുന്നു. എനിക്ക് വലിയ ഇഷ്ടമാണ്. പക്ഷെ എവിടെ നിന്ന് കിട്ടാനോ? ഇപ്പൊ എങ്ങും കിട്ടാനൊന്നും ഇല്ലല്ലോ, കടകളിലൊന്നും ഇല്ലല്ലോ. എടി നമുക്ക് ലുലുമാള പോയി നോക്കിയാലോ? ശരിയാ പറഞ്ഞല്ലേ, ലുലുമാള പോയി നോക്കാം. ഇല്ല, ലുലുമാള ഇല്ല. ഇന്നലെ വൈകിട്ടൊക്കെ അമ്മയും ഞാനും കുട്ടുമ്പോനും കിടക്കി ലുലുമാളിൽ പോയായിരുന്നു. ഞങ്ങൾ ആ സെക്ഷനിൽ പോയി ഫ്രൂട്ട്സിന്റെ. അവിടെ മൊത്തം അരിച്ചു പറക്കുന്നൊക്കെ എന്തിനു വേണ്ടിയിട്ടാ അറിയാം, റംബുട്ടാനുണ്ടോ നോക്കാൻ വേണ്ടി പോയതാ. പക്ഷെ അതിന്റെ സീസൺ ടൈം കഴിഞ്ഞിട്ട് അവിടെ ഇല്ലായിരുന്നു. പക്ഷെ അവിടെ റാസ്ബെറി ഉണ്ടാക്കി ഞങ്ങൾ അന്നേരം കണ്ടേനല്ലോ. റാസ്ബെറി ഒന്നും ഇല്ലായിരുന്നു അവിടെ, കുറച്ച് ഐറ്റംസേ ഉള്ളായിരുന്നു. ഈ റാസ്ബെറി എന്ന് പറയുന്നത് റെഡ് കളറിലാണോ? അതെ മാളൂട്ടി. കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു സ്ട്രോബെറിയുടെ ലുക്ക് ഉണ്ടോ? ഇതെന്താ മാളൂട്ടി, ഒരു CBI ഡയറി കുറിപ്പോ? അല്ലല്ല, അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. നമ്മളാണെങ്കിൽ ഇങ്ങോട്ട് വന്ന വഴിക്കാണെങ്കിലേ ഞാൻ ആ റാസ്ബെറി കണ്ടുപോ എനിക്കൊരു ഡൗട്ട്. ഒരു മരത്തിന്റെ മുകളിലായിരുന്നു ഞാൻ കണ്ടത്. മിക്ക സ്ഥലങ്ങളിലൊക്കെ കാണുമായിരിക്കും അത് കേട്ടോ. നമ്മളെ അന്വേഷിച്ച് നടക്കാതുണ്ടോ? എവിടെ മാളൂട്ടി കണ്ടത്? ഞങ്ങൾ കണ്ടില്ലല്ലോ. നമ്മൾ മൂന്നിട്ട് ഇങ്ങോട്ട് നടന്നു വന്നപ്പോഴത്തേക്കാണെങ്കിൽ ഒരു പൊളിഞ്ഞ ഒരു മതിൽ പോലെ നിൽക്കുന്നുണ്ടായിരുന്നു. അതിന്റെ അടുത്താണെങ്കിൽ വലിയൊരു മരമുണ്ട്. ആ മരത്തിന്റെ സൈഡിൽ ഞാൻ കണ്ടത്. മരത്തിന്റെ സൈഡിലോട്ടങ്ങനെ ഇത് കയറി വളർന്നായിരിക്കും, എന്താ അറിയത്തില്ല. ചേട്ടാ ഞാനെന്നാ കവർ എടുത്തിട്ട് വരട്ടെ. കവറൊക്കെ എടുത്തിട്ട് പോയിട്ട് കാര്യമുണ്ടോ? കിട്ടുമോ എന്തോ? കിട്ടുന്നേ കിട്ടട്ടെ. ഇതിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. കിട്ടിപ്പോയല്ലേ, ഇത് തന്നെ റാസ്ബെറി. എന്റെ ഫ്രണ്ടിന് ഭാഗ്യമുണ്ട് കേട്ടോ റാസ്ബെറിയുടെ ജ്യൂസ് കുടിക്കാൻ. ഫ്രണ്ടിന് മാത്രമല്ല, ഞാൻ കൂടെ വേണം ജ്യൂസ്. പ്രത്യേകിച്ച് മാളൂട്ടിയല്ലേ കണ്ടുപിടിച്ചത് റാസ്ബെറി ജ്യൂസ്. എല്ലാവർക്കും തരാം. വെയിറ്റ് ഞാൻ പറിക്കട്ടെ കയറി. ആരെങ്കിലും വരുന്നുണ്ടോ പിള്ളേരെ? ഇത് ആരുടെയും തോട്ടമല്ലോ ആണോ ഇത്? പക്ഷെ ഒരു കാടാണല്ലോ. കാട്ടിലോട്ട് കയറുന്ന സ്ഥലമല്ലേ ഇത്? പക്ഷെ ആരുടെ സ്വന്തമായിരിക്കത്തില്ലല്ലോ ഈ സ്ഥലമൊന്നും. പിന്നെ ആരാ എവിടെയോ സംസാരിക്കുന്ന പോലെ കേട്ടെ. ഞങ്ങൾ കേട്ടത്. ചേട്ടൻ അന്ന് മൈൻഡ് ചെയ്യണ്ട. ചേട്ടൻ കയറി പറിക്കാൻ നോക്ക്. ഒത്തിരി വില പിടിപ്പുള്ള സാധനമൊന്നും അല്ലല്ലോ ഇത് പറിക്കുന്നവർ ആരും വഴക്കൊന്നും പറയാൻ പോകുന്നില്ല. ഞാൻ പക്ഷേ ഇത് എവിടെയോ കേട്ട പോലെ എന്തോ ഞാൻ കേട്ടിട്ടുള്ളൂ എനിക്ക് തോന്നുന്നു. ആരാ സംസാരിച്ചത്? എന്ത് മക്കളെ ഇത്? ഇതൊരു പക്ഷിയോ? അതെന്തുവാ തൂക്കിയിട്ടേക്കുന്നേ? ഈ പഴത്തിനല്ലേ എന്റെ ദേഹത്ത് തൂക്കി കിടക്കുന്നത്? എന്റെ ദേഹത്തെ പഴം വരുന്നുണ്ടാ കിടക്കുന്നത്. അതാ നിങ്ങൾ പറിച്ചെടുക്കാൻ വേണ്ടി ഇപ്പൊ വരാൻ തുടങ്ങിയത്. ഞാൻ കണ്ടിട്ടായിരുന്നു ഇപ്പൊ എന്റെ ദേഹത്തോ നിങ്ങൾ ഇത് പറിച്ചെടുത്തേനെ. അയ്യോ, കണ്ടാ തന്നെ അറിയാം ഒരു യോദ്ധാവിന്റെ ലുക്കാ. നമ്മളൊക്കെ ഉപദ്രവിക്കാൻ തോന്നുന്നു. ഓടിക്കാനും പിള്ളേരെ നിക്കണോ അവിടെ? ഒറ്റ ഞാൻ വെറുതെ കൊടുത്തേ. നിക്കണോ അവിടെ?
ഓ നിങ്ങളെ ഒരു റാസ്ബെറി കാരണം മനുഷ്യൻ പെട്ട്. ആ ഫ്രണ്ട് ഏതാ നിങ്ങളെ? ഇങ്ങോട്ട് വരണ്ടെന്ന് പറയാനുണ്ട്. ഓ അവനെന്ത് ചെയ്തടി? അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യം എന്തുവാ? ഞാൻ തന്നെ പറഞ്ഞത് റാസ്ബെറി കൊണ്ട് അവന് ജ്യൂസ് എന്താ കൊടുക്കണം എന്നൊക്കെ.